എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഷിംജി, മെഡിക്കൽ ഡയറക്ടർ, സൗഖ്യം ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ. വെരിക്കോസ് വെയിനും സ്പൈഡർ വെയിനും എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? എന്താണ് ഇതിനൊരു പോംവഴി? വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് നമ്മുടെ കാലുകളിലേക്ക് വരുന്ന രക്തസിരകൾ, രക്തം തിരിച്ചൊഴുകാൻ ഉപയോഗിക്കുന്ന വെയിൻ എന്ന് നമ്മൾ വിളിക്കുന്ന സിരകൾ. ഈ സിരകൾ തടിച്ച് വീർത്ത് വരുന്ന അവസ്ഥയാണ്. ഇത് പലപ്പോഴും കൺസീൽഡായിട്ടും റിവീൽഡായിട്ടും ഉണ്ടാകാറുണ്ട്. കൺസീൽഡ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇത് പുറത്തേക്ക് കാണാറില്ല, അകത്ത് തന്നെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ അവർക്ക് വെരിക്കോസ് വെയിൻ്റേതായിട്ടുള്ള എല്ലാവിധ അസ്വസ്ഥതകളും അവർ കാണിക്കാറുമുണ്ട്. കുറച്ച് നേരം എവിടെയെങ്കിലും നിന്ന് കഴിഞ്ഞാൽ കാലുകൾക്ക് എഡിമയുണ്ടാവുക, നീരുണ്ടാവുക, അതുപോലെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ അവർ കാണിക്കാറുമുണ്ട്. എപ്പോഴും ഈ കാണിക്കുന്ന നീരുകളൊക്കെ വെരിക്കോസ് വെയിനാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കാനും പാടില്ല. പല കാരണങ്ങളുണ്ട് കാലിന് നീരുണ്ടാവാം. ഹൃദയ സംബന്ധമായ പ്രശ്നമുള്ളവർക്ക് കാലിന് നീരുണ്ടാവാം, ലിവർ സംബന്ധമായ പ്രശ്നം, കിഡ്നി സംബന്ധമായ പ്രശ്നം. അപ്പോൾ ഇത് ഏത് തരത്തിൽപ്പെട്ട നീരാണെന്ന് നിങ്ങൾ ഒരു എക്സ്പേർട്ടിൻ്റെ സഹായത്തോടു കൂടി തന്നെ മനസ്സിലാക്കുക. അപ്പോൾ സാധാരണഗതിയിൽ വെരിക്കോസ് വെയിൻ ആയിക്കഴിഞ്ഞാൽ ഇത് രക്തം തിരിച്ചൊഴുകുന്ന രക്തക്കുഴലുകൾക്ക് വരുന്ന പ്രശ്നങ്ങളാണെന്ന് നമുക്കറിയാം. നമ്മുടെ രക്തചംക്രമണം നടക്കുന്നത് ഹൃദയം രക്തം പമ്പ് ചെയ്യുന്നത് കൊണ്ടാണ്. ഈ പമ്പ് ചെയ്യപ്പെടുന്ന രക്തം നമ്മുടെ ധമനികളിൽ കൂടി ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുകയും ശേഷം അവിടെയുള്ള മസിൽസിൻ്റെ ചുരുക്കത്തോടു കൂടി, മസിൽ കൺട്രാക്റ്റ് ചെയ്യുന്നതോടു കൂടിയിട്ട് തിരിച്ച് നമ്മുടെ വെയിനിൽ കൂടി, സിരകളിൽ കൂടി തിരിച്ചൊഴുകുകയും ചെയ്യുന്നു. ഈ തിരിച്ചൊഴുകാൻ ഉപയോഗിക്കുന്ന വെയിനിൽ അല്ലെങ്കിൽ രക്തക്കുഴലിൽ ചില വാൾവുലാർ സിസ്റ്റംസ് ഉണ്ട്, വാൾവുകളുണ്ട്. പ്രധാനമായിട്ട് നമ്മുടെ കാലിൽ നിന്ന് ശരീരത്തിൻ്റെ രക്തം തിരിച്ചൊഴുക്കുന്ന ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ വെയിൻ, ആ വെയിനകത്താണ് സർവ്വസാധാരണമായിട്ട് നമുക്ക് വെരിക്കോസ് വെയിൻ കാണാറുള്ളത്. അപ്പോൾ ഓരോ തവണ നമ്മൾ കാലിൻ്റെ പേശികൾ ചലിപ്പിക്കുമ്പോഴും ഓരോ സെഗ്മെൻ്റായിട്ട് രക്തം മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കും. ഈ മുകളിലേക്ക് കയറിയ രക്തം തിരിച്ച് താഴേക്ക് വീഴാതിരിക്കുന്നത് ഒരു വാൾവിൻ്റെ സഹായത്തോടു കൂടിയാണ്. പക്ഷേ വളരെ നേരത്തോളം നമ്മൾ ഒരേപോലെ നിൽക്കുകയോ ഇരിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ വാൾവിൻ്റെ മുകളിൽ വരുന്ന പ്രഷർ കൊണ്ട് ഈ വാൾവ് ക്രമേണ ഡാമേജ്ഡായി മാറും. അല്ലെങ്കിൽ വാൾവ് പൂർണ്ണമായിട്ട് രക്തത്തിനെ തടഞ്ഞു നിർത്താൻ പറ്റാത്ത അവസ്ഥയിൽ ആ ബ്ലഡ് തിരിച്ച് ഒഴുകുകയും വെയിൻസിനെ എൻലാർജ് ചെയ്യിപ്പിക്കുകയും വലുതാക്കുകയും ചെയ്യും. അങ്ങനെ വീർത്ത് കെട്ടി നിൽക്കുന്ന വെയിനാണ് നമ്മൾ സാധാരണഗതിയിൽ വെരിക്കോസ് വെയിൻ എന്ന് വിളിക്കുന്നത്. ഇത് സാധാരണ ഇരുണ്ട നീല നിറത്തിലോ അല്ലെങ്കിൽ പർപ്പിൾ നിറത്തിലോ ഒക്കെയാണ് കാണാറുള്ളത്. പൂർണ്ണമായിട്ട് ഇതൊരു വാൾവുലാർ ഡിഫക്റ്റുമാണ്. ഇനി സ്പൈഡർ വെയിൻ എന്ന് പറഞ്ഞാൽ അത് താരതമ്യേന വളരെ കട്ടി കുറഞ്ഞ വെയിൻസിനാണ് ഉണ്ടാവുക. കട്ടി കുറഞ്ഞ വെന്യൂൾസ് എന്നൊക്കെ വിളിക്കുന്ന മൈക്രോ വെയിൻസിലാണ് ഈ പ്രശ്നം ഉണ്ടാവുക. അത് താരതമ്യേന കാഠിന്യം വളരെ വളരെ കുറഞ്ഞ ഒരു പ്രശ്നം കൂടിയാണ്. ചുവന്ന നിറത്തിലോ നീല നിറത്തിലോ ഒക്കെയാണ് ചെറിയ വെബ് പോലെ നമുക്ക് ശരീരത്തിൻ്റെ, പ്രത്യേകിച്ച് കാലിലെ തുടകളിലൊക്കെയാണ് ഇത് സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്നത്. പക്ഷേ വളരെ ചുരുക്കം ആൾക്കാരിൽ ഈ സ്പൈഡർ വെയിനും മുഖത്തൊക്കെ കാണാറുണ്ട്. എന്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം? ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഞാൻ പറഞ്ഞു, ഇത് വാൾവുലാർ ഡിഫക്റ്റാണ്, വാൾവിൻ്റെ പ്രശ്നമാണ്. നമ്പർ 1, ജനറ്റിക്കൽ പ്രശ്നങ്ങൾ അതിനകത്തുണ്ട് എന്നാണ് പല പഠനങ്ങളും പറയുന്നത്. പാരമ്പര്യം എന്നുള്ളത് ഒരു പ്രധാന ഘടകമായിട്ട് കണക്കാക്കാറുണ്ട്. മറ്റൊന്ന് ഏജാണ്, പ്രായം വർദ്ധിക്കുന്നതനുസരിച്ച് തന്നെ എലാസ്റ്റിസിറ്റി, നമ്മുടെ രക്തക്കുഴലുകളുടെ എലാസ്റ്റിസിറ്റി, അത് ചുരുങ്ങാനും വികസിക്കാനുള്ള കഴിവ് കുറഞ്ഞുകൊണ്ട് വരും. അപ്പോൾ അങ്ങനെ വരുന്ന ഓക്സീകരണം കൊണ്ടുവരുന്ന ഒരു ഡാമേജായിട്ടാണ് ഇതിനെ പരിഗണിക്കാറുണ്ട്. അപ്പോൾ പ്രായം ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മൂന്നാമത് ജെൻഡർ എന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷൻ. പൊതുവെ സ്ത്രീകളിലാണ് വെരിക്കോസ് വെയിൻ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. പ്രധാനമായിട്ടും സ്ത്രീകളുടെ ഹോർമോണൽ ചേഞ്ചസുമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും ഈ വെരിക്കോസ് വെയിനിൻ്റെ അളവ് വളരെയധികം കൂടി വരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. മറ്റൊന്ന് ഒബേസിറ്റിയാണ്, അമിതവണ്ണം ഉള്ള ആൾക്കാരിൽ വെരിക്കോസ് വെയിൻ വരാനുള്ള സാധ്യത 10 മടങ്ങാണ്. രക്തം തിരിച്ചൊഴുകാനുള്ള സാധ്യതകളെ ഇത് ചുരുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും ഒബേസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം ഈ വെരിക്കോസ് വെയിനിൻ്റെ ഏറ്റവും നല്ലൊരു ട്രിഗറിങ് ഫാക്ടറായിട്ട് മാറുന്നത്. ഒത്തിരി നേരം നീണ്ടു നിൽക്കുന്ന ഇരുന്ന് കൊണ്ടേയിരിക്കുക, അല്ലെങ്കിൽ ലോങ് സ്റ്റാൻഡിങ്, ഒരുപാട് നേരം നിന്നുകൊണ്ട് ചെയ്യുന്ന ജോലികൾ. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർക്കും സർവ്വസാധാരണമായിട്ട് വെരിക്കോസ് വെയിൻ വരാം. ഒരേ രീതിയിലുള്ള ഇരുത്തവും ഒരുപാട് നേരത്തേക്കുള്ള നിൽക്കുന്ന ജോലിയും ഒരുപോലെ തന്നെ
ഈ വെരിക്കോസ് വെയിനിന് കാരണമായി തീരാറുണ്ട്. ഇത് ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ നോട്ടീസ് ചെയ്യുന്നത് പലപ്പോഴും കാലിൻ്റെ പാദങ്ങൾക്ക് വരുന്ന നിറവ്യത്യാസം കൊണ്ടാണ്. ചിലപ്പോഴൊക്കെ ഒരു സ്കിന്നിൻ്റെ കളറ് മാറി ഒരു ഇരുണ്ട നിറത്തിലേക്കോ അല്ലെങ്കിൽ ഒരു നീല നിറത്തിലേക്കോ ഒക്കെ ഈ കാലിൻ്റെ വിരലുകളുടെ അറ്റം അല്ലെങ്കിൽ പാദത്തിൻ്റെ ഭാഗങ്ങളൊക്കെ മാറാറുണ്ട്. തീർച്ചയായിട്ടും അത് വെരിക്കോസ് വെയിനിൻ്റെ ഒരു കോംപ്ലിക്കേഷനായിട്ട് തന്നെ നമുക്ക് പരിഗണിക്കേണ്ടതായിട്ട് വരും. സ്ത്രീകളിൽ കൂടുതലായിട്ട് വെരിക്കോസ് വെയിൻ കാണാറുണ്ടെങ്കിലും അവരുടെ പ്രഗ്നൻസി ടൈമിലാണ് പലപ്പോഴും ഇതിൻ്റെ ട്രിഗറിങ് ഉണ്ടാകാറുള്ളത്. ആദ്യമായിട്ട് പല സ്ത്രീകളിലും വെരിക്കോസ് വെയിൻ കണ്ടുവരുന്നത് അവരുടെ പ്രഗ്നൻസിയോട് കൂടിയ തന്നെയാണ്. പലപ്പോഴും പ്രസവാനന്തരം ഇത് കുറഞ്ഞു വരുന്നുണ്ടെങ്കിലും വീണ്ടും പ്രായം വർദ്ധിക്കുന്നതനുസരിച്ച് ഈ വെയിനുകൾക്ക് കൂടുതൽ കട്ടി വരുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പ്രഗ്നൻസി ടൈമിൽ തന്നെ വെരിക്കോസ് വെയിൻ കാണിച്ച ആൾക്കാർ ചില മുൻകരുതലുകൾ എടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഇതിനെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനീഷ്യൽ ഫേസിൽ ആദ്യകാലത്തിൽ തിരിച്ചറിഞ്ഞ് പ്രതിവിധി ഉണ്ടാക്കുക എന്നുള്ളതാണ് വെരിക്കോസ് വെയിനും മറ്റ് എല്ലാ അസുഖത്തിനും പോലെയും ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇതിൻ്റെ കോംപ്ലിക്കേഷൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കോംപ്ലിക്കേഷനായിട്ട് വരുന്നത് വെരിക്കോസ് അൾസേഴ്സാണ്. വ്രണങ്ങൾ ഉണ്ടാവുക. വെരിക്കോസ് വെയിൻ പൊട്ടിക്കഴിഞ്ഞുണ്ടാകുന്ന വ്രണങ്ങൾ ദുരിതപൂർണമായിട്ടുള്ളൊരു അവസ്ഥയാണ്. അത് വന്ന ആൾക്കാർക്കും അത് ചികിത്സിക്കുന്ന ആൾക്കാർക്കും മാത്രമേ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എത്രയുണ്ടെന്ന് മനസ്സിലാവൂ. അതുണ്ടാക്കുന്ന വേദന, അത് മുറിവ് ഉണങ്ങാനെടുക്കുന്ന കാലതാമസം, അതിനകത്തുണ്ടാകുന്ന ഊസിങ്, അതിനകത്ത് പുറത്തേക്ക് വരുന്ന ജലാംശം, ചലം, ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ, ബ്ലഡ്, ഇതൊക്കെ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. വന്നു കഴിഞ്ഞാൽ മാറാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം കൂടി തന്നെയാണ് വെരിക്കോസ് അൾസർ. പക്ഷേ പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാൻ വേണ്ടി കഴിയാറുമുണ്ട്. മറ്റൊന്ന് ബ്ലഡ് ക്ലോട്ട്സ് ആണ്. ചില ക്ലോട്ട്സ്, ബ്ലഡിൻ്റെ ചില കട്ടിയായിട്ടുള്ള ഭാഗങ്ങൾ രക്തക്കുഴലിനകത്ത് നിൽക്കുക, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഞ്ചരിക്കുക. അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനായിട്ടാണ് പൊതുവെ പറയാറുള്ളത്. വളരെ സങ്കീർണമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ് ഇത്. പിന്നെ സ്കിന്നിൻ്റെ കട്ടി വർദ്ധിക്കുക, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നിറം മാറുക, കട്ടി വർദ്ധിച്ചതിന് ശേഷം വിണ്ടുകീറലുണ്ടാവുക, ഇതുപോലെയുള്ള പ്രശ്നങ്ങളെല്ലാം ഈ വെരിക്കോസ് വെയിനിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് പരിഗണിക്കാം. മറ്റൊന്ന് ബ്ലീഡിംഗ് ആണ്. ഈ വെയിൻസ് പൊട്ടിക്കഴിഞ്ഞാൽ പലപ്പോഴും പലരും ഇത് വേദന അനുഭവിക്കാറേയില്ല, വേദന അറിയാറ് പോലുമില്ല. പലപ്പോഴും ഉറക്കത്തിലൊക്കെ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ശരീരത്തിൽ നിന്ന് വളരെയധികം രക്തം പുറത്തേക്ക് നഷ്ടപ്പെട്ടു കൊണ്ടേയിരിക്കും. പലപ്പോഴും ബെഡ്ഷീറ്റിലൊക്കെ ഉണ്ടാകുന്ന നനവൊക്കെ തട്ടിക്കഴിഞ്ഞിട്ട് അറിയുമ്പോഴാണ് രക്തം അത്രയും വാർന്നു പോയത് ഈ രോഗി പോലും മനസ്സിലാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തൊക്കെ മുൻകരുതലുകൾ, ഇത് കോംപ്ലിക്കേഷൻസിലേക്ക് വരാതിരിക്കാൻ എന്തൊക്കെ മുൻകരുതലുകൾ നമ്മൾ എടുക്കണം? നമ്പർ 1 എക്സസൈസാണ്. കൃത്യമായ രീതിയിലുള്ള വ്യായാമങ്ങൾ റെഗുലറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. വ്യായാമം എന്ന് പറഞ്ഞാൽ ഇരുന്ന് ചെയ്യുന്ന വ്യായാമങ്ങളല്ല, കാലുകൊണ്ട് ചെയ്യുന്ന വ്യായാമങ്ങളാണ് ഇതിന് വളരെ അത്യുത്തമമായിട്ട് പറയാൻ പറ്റുക. കാഫ് മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ്, അല്ലെങ്കിൽ നിങ്ങളുടെ കണങ്കാലിലെ പേശികൾ ടൈറ്റൻ ചെയ്യാനുള്ള വ്യായാമങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. അത് നിങ്ങൾക്ക് കാല് വിരലുകളിലേക്ക് നിവർന്ന് നിൽക്കുന്നതും അല്ലെങ്കിൽ ഉപ്പൂറ്റി ഉയർത്തിക്കൊണ്ട് കാലിന് പരമാവധി സ്ട്രെച്ചിങ് കൊടുത്തുകൊണ്ടുള്ള വ്യായാമങ്ങളൊക്കെ ഇതിനകത്ത് വളരെയധികം ഗുണം ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. മറ്റൊന്ന് ശരീരഭാരം നിയന്ത്രിക്കുക. ഒബേസിറ്റി ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനിലാണ് വെരിക്കോസ് വെയിൻ കോംപ്ലിക്കേഷൻ. അതായത് അമിതവണ്ണം ഉള്ള ആൾക്കാർക്ക് വെരിക്കോസിൻ്റെ കോംപ്ലിക്കേഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുന്നതുകൊണ്ട് തന്നെ അമിതവണ്ണം നിയന്ത്രിക്കുക എന്നുള്ളതും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊന്ന് ലോങ് സ്റ്റാൻഡിങ്, അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട് ഒത്തിരി നേരം ഇരിക്കേണ്ടി വരുന്ന ആൾക്കാരുണ്ട്. ഓഫീസ് വർക്കായിട്ട് 8-10 മണിക്കൂറൊക്കെ ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ നിന്ന് ചെയ്യുന്ന ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ സെൻട്രി പാറാവ് ചെയ്യുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ലെക്ചേഴ്സൊക്കെ നിന്ന് ഒത്തിരി നേരം ജോലി ചെയ്യേണ്ട ആൾക്കാരാണ്. അപ്പോൾ ഇത്തരത്തിൽപ്പെടുന്ന ആൾക്കാരൊക്കെ പരമാവധി ഓരോ 20 മിനിറ്റ് കൂടുമ്പോഴെങ്കിലും ഒന്ന് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി തയ്യാറാകേണ്ടതും വെരിക്കോസ് വെയിൻ്റെ കോംപ്ലിക്കേഷൻ കുറക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ്. ഇതേപോലെ തന്നെ കംപ്രഷൻ സ്റ്റോക്കിങ്സ്. ഈ വെരിക്കോസ് വന്നു കഴിഞ്ഞാൽ ഒത്തിരി നേരം നിൽക്കേണ്ടി വരുന്ന സമയത്തൊക്കെ കംപ്രഷൻ സ്റ്റോക്കിങ്സ് ഉപയോഗിച്ച് ഒരു കൃത്യമായിട്ട് അളവിലുള്ള കൃത്യമായ ടൈറ്റുള്ള ഈ പറയുന്ന സ്റ്റോക്കിങ്സുകളും ഉപയോഗിക്കുന്നതും കോംപ്ലിക്കേഷൻസ് കുറക്കാൻ വേണ്ടി സഹായിക്കും. മറ്റൊന്ന് ലെഗ് എലിവേഷനാണ്, അല്ലെങ്കിൽ കാല് ഉയർത്തി വെക്കുക.
മലർന്ന് കിടന്ന് കാല് ഹൃദയത്തിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ, ഹൃദയത്തിൻ്റെ ഹൈറ്റിനേക്കാൾ മുകളിലേക്ക് ഉയർത്തി വെക്കുക. ഒന്നുകിൽ നിങ്ങൾക്കതൊരു ചുമരിൻ്റെ മുകളിലേക്കോ അല്ലെങ്കിൽ ഒരു പില്ലോ വെച്ച് അതിൻ്റെ മുകളിലേക്കോ നിങ്ങൾ കാല് ഉയർത്തി വെക്കുന്നതും വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഇനി എന്തൊക്കെ കഴിക്കണം? ധാരാളമായിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കാൻ വേണ്ടി തയ്യാറാവുക. ഈ ഫ്രൂട്ട്സിനകത്തും വെജിറ്റബിൾസിനകത്തുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഈ നമ്മുടെ രക്തക്കുഴലിൻ്റെ കോശങ്ങൾക്കുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ സാധ്യതകൾ, അതിൻ്റെ ഓക്സീകരണത്തിൻ്റെ സാധ്യതകൾ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കും. അതുപോലെ തന്നെ ധാന്യങ്ങൾ എപ്പോഴും ഹോൾ ഗ്രെയിൻസ് ആയിട്ട് തവിടോടുകൂടി മാത്രം കഴിക്കാൻ വേണ്ടി തയ്യാറാവുക. ധാരാളമായിട്ട് പയറുവർഗ്ഗങ്ങൾ കഴിക്കുക. പയറുവർഗ്ഗങ്ങളിലുള്ള പ്രോട്ടീനുകൾ വളരെ നന്നായിട്ട് ഈ രക്തക്കുഴലുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കും. നല്ല ഫാറ്റ് കഴിക്കുക. ട്രാൻസ് ഫാറ്റ് അല്ല, കരിച്ചതും പൊരിച്ചതുമല്ല, വളരെ നല്ല ഫാറ്റുകൾ കഴിക്കുന്നതും ഇത് ഗുണപ്രദമായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇതേപോലെ തന്നെ ധാരാളമായിട്ട് ഇത്തരത്തിലുള്ള രോഗികൾ ഉപയോഗിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ തൊടിയിലൊക്കെ ധാരാളമായി കാണുന്ന മുത്തിൾ വർഗ്ഗത്തിൽപ്പെട്ട ഇലകളാണ്. മുത്തിൾ നിങ്ങൾക്ക് ചമ്മന്തി പോലെയൊക്കെ അരച്ച് ഉപയോഗിക്കുന്നത് വളരെയധികം ഗുണപ്രദമായിട്ട് കണ്ടുവരുന്നു. മറ്റൊന്ന് ഫ്ലാക്സ് സീഡിൻ്റെ അളവ് കൂട്ടുക. ഫ്ലാക്സ് സീഡ് ഞാൻ നേരത്തെ പറഞ്ഞു, സ്ത്രീകൾക്ക് പലപ്പോഴും പ്രസവ ഗർഭിണിയാവുന്ന സമയത്തോ അല്ലെങ്കിൽ മെനോപോസ് കഴിഞ്ഞതിന് ശേഷമോ മാസം മുറയൊക്കെ നിന്നതിന് ശേഷമൊക്കെയാണ് പലപ്പോഴും വെരിക്കോസ് വെയിൻ്റെ കോംപ്ലിക്കേഷൻസിലേക്ക് പോവുക. അത് ഈസ്ട്രജൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിൻ്റെ വ്യതിയാനം കൊണ്ടുണ്ടാകുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നം ഒരു വലിയ പരിധിവരെ ഫൈറ്റോ ഈസ്ട്രജൻ വിഭാഗത്തിൽപ്പെടുന്ന ഫ്ലാക്സ് സീഡ്, നമ്മളെ ചണവിത്ത് ഉപയോഗിക്കുന്നതുകൊണ്ട് മാറിക്കിട്ടും. ഒരു 1.5 സ്പൂണെങ്കിലും ചണവിത്ത് എല്ലാ ദിവസവും കഴിക്കാൻ വേണ്ടി പ്രത്യേകിച്ചും സ്ത്രീകൾ തയ്യാറാവുക. എന്തൊക്കെ ഭക്ഷണങ്ങൾ ഒഴിവാക്കണം? തീർച്ചയായിട്ടും സാൾട്ടി ഫുഡ്, ഉപ്പിൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് വാട്ടർ റിട്ടൻഷൻ, നമ്മുടെ ശരീരത്തിനകത്ത് ജലാംശം കേന്ദ്രീകരിക്കാനുള്ള സാധ്യതയും അത് രക്തക്കുഴലുകൾക്ക് പ്രഷർ ഉണ്ടാക്കാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ എപ്പോഴും ഉപ്പ് പരമാവധി കുറച്ച് കൊണ്ടുവരേണ്ടത് ഇത്തരം രോഗം മാറാൻ വേണ്ടി സഹായിക്കുന്നതാണ്. വളരെ പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഷുഗറി സാധനങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. അല്ലെങ്കിൽ പഞ്ചസാര അടങ്ങിയ കാര്യങ്ങൾ, റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സും പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. എന്തുകൊണ്ടാണ് നമ്മൾ കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കണമെന്ന് പറയുന്നത്? അത് ഒബേസിറ്റിയിലേക്ക് നയിക്കും. അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻ സാധ്യതകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും വെരിക്കോസ് വർദ്ധിപ്പിക്കാതെ ഇരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ കോംപ്ലിക്കേഷൻസിലേക്ക് നിങ്ങൾ പോകാതിരിക്കണമെങ്കിൽ പൂർണ്ണമായിട്ടും പഞ്ചസാരയും റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റും ബേക്കറി സാധനങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയേ മതിയാവും. ഇനി ഏതൊക്കെ വൈറ്റാമിനുകൾ ഉപയോഗിക്കാം? നമ്പർ 1 വൈറ്റാമിൻ സി. വൈറ്റാമിൻ സി ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. നമ്മൾ രക്തക്കുഴലിനൊക്കെ ബലം കൊടുക്കുന്ന കൊളാജൻ്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന ഒരു ഘടകം കൂടിയാണ് വൈറ്റാമിൻ സി. വൈറ്റാമിൻ സി അടങ്ങിയ പുളിരസമുള്ള പഴങ്ങളും പേരക്കയൊക്കെ ധാരാളമായിട്ട് കഴിക്കാൻ വേണ്ടി തയ്യാറാവുക. മറ്റൊന്ന് വൈറ്റാമിൻ ഇ ആണ്. വൈറ്റാമിൻ ഇ എന്ന് പറയുന്നത് കിങ് ഓഫ് ആൻറ്റി ഓക്സിഡൻസ് ആണ്. ഈ ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ രാജാവാണ്. ഓക്സീകരണം പരമാവധി കുറച്ച് രക്തക്കുഴലുകളെ സംരക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് വൈറ്റാമിൻ ഇ. വൈറ്റാമിൻ ബിയും അതുപോലെ തന്നെ വളരെ രക്തക്കുഴലുകളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി ആവശ്യമുള്ള ഒരു ഘടകം തന്നെയാണ്. ഒമേഗ 3 ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നത് കൊണ്ട് തന്നെ ഒമേഗ 3 നിർബന്ധപൂർവം ഓരോ വെരിക്കോസ് വെയിൻ രോഗിയും കഴിച്ചിരിക്കേണ്ട കാര്യം തന്നെയാണ്. മറ്റൊന്ന്, രക്തക്കുഴലുകൾ വളരെയധികം വികസിച്ചു കഴിഞ്ഞാൽ അതിന് പൂർവാവസ്ഥയിലേക്ക് വരാനുള്ള സാധ്യത എപ്പോഴും കുറയും. അതിൻ്റെ എലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ടു എന്നാണ് നമ്മൾ അതിനെ പൊതുവായിട്ട് പറയുക. അപ്പോൾ ഇതിനെ വീണ്ടും പഴയ രൂപത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഏറ്റവും സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് കൊളാജൻ. കൊളാജൻ പല വിധത്തിലും കിട്ടാറുണ്ട്, പല രൂപത്തിലും കിട്ടാറുണ്ട്. മെറൈൻ കൊളാജൻ വിഭാഗത്തിൽപ്പെടുന്ന കൊളാജനാണ് ഏറ്റവും നല്ലതായിട്ട് പറയപ്പെടുന്നത്. അപ്പോൾ കൊളാജൻ കൃത്യമായ അളവിൽ ഉപയോഗിക്കുന്നതും വെരിക്കോസ് വെയിൻ്റെ കോംപ്ലിക്കേഷൻസിനെ തടയാൻ വേണ്ടി വളരെയധികം സഹായിക്കും. സിങ്കും വളരെയധികം ആവശ്യമുള്ള ഘടകമാണ്. പ്രത്യേകിച്ച് വെരിക്കോസ് അൾസറൊക്കെ ഉണ്ടായി, വ്രണമൊക്കെ ഉണ്ടായി, ആ വ്രണം ഉണങ്ങണമെങ്കിൽ നിർബന്ധമായിട്ട് സിങ്കിൻ്റെ സപ്ലിമെൻറ്റേഷൻസ് ഉപയോഗിക്കുക തന്നെ വേണം. മഗ്നീഷ്യവും വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. മഗ്നീഷ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ രക്തപ്രവാഹം കൂട്ടേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മസിൽസിൻ്റെ ആക്ടിവിറ്റിയാണ്. ഓരോ പേശിയുടെയും റിലാക്സേഷനും മസിലിൻ്റെ ആരോഗ്യത്തിനും മഗ്നീഷ്യം അത്യന്താപേക്ഷിതമായതുകൊണ്ട് തന്നെ മഗ്നീഷ്യം കൊടുക്കേണ്ടതും വെരിക്കോസ് വെയിനിൻ്റെ കേസിന് വളരെയധികം സഹായകരമാകും. ഇനി എന്തൊക്കെ റെമഡി ചെയ്യാം? എന്തൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രതിവിധികൾ? നമ്പർ 1 ആപ്പിൾ സിഡർ വിനെഗർ. ആപ്പിൾ സിഡർ വിനെഗർ വളരെയധികം ഡൈല്യൂട്ട് ചെയ്തിട്ട് ഈ പറയുന്ന കാൽപാദത്തിൻ്റെ മുകളിൽ കൂടി റിവേഴ്സ് മസാജ് ചെയ്യുന്നത്, താഴെ നിന്ന് മുകളിലേക്ക് ചെറിയ രീതിയിൽ മസാജ് ചെയ്യുന്നത് ഒത്തിരി ഗുണപ്രദമായിട്ട് കണ്ടുവരുന്നുണ്ട്. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള മസാജ് ചെയ്തു കഴിയുമ്പോൾ നിങ്ങളുടെ കാല്
ഹൃദയത്തിൻ്റെ മുകളിലേക്ക് ഉയർത്തി വെക്കുക. അല്ലെങ്കിൽ മലർന്ന് കിടന്ന് നെഞ്ചിൻ്റെ മുകളിലേക്ക് ഉയരുന്ന വിധത്തിൽ ഒരു പില്ലോ വെച്ച് അതിൻ്റെ മുകളിലേക്ക് കാല് ഉയർത്തി വെക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു വെറ്റ് പാക്ക് ചെയ്യുന്നത് വളരെയധികം സഹായകരമായിരിക്കും. അല്ലെങ്കിൽ ഒരു നനഞ്ഞ തുണി താഴെ നിന്ന് മുകളിലേക്ക് സ്പൈറലി കെട്ടുക. വളരെയധികം ടൈറ്റോട് കൂടിയിട്ടോ വളരെ ലൂസായിട്ടോ അല്ല, ഒരു മോഡറേറ്റ് സ്ട്രെങ്ത്തിലാണ് താഴെ നിന്ന് മുകളിലേക്ക് ഇത് കെട്ടിക്കൊണ്ടുവരിക. നനഞ്ഞ തുണി ഒരു 20 മിനിറ്റ് നേരം അങ്ങനെ ചുറ്റിയിടുന്നതും വെരിക്കോസ് വെയിന് വളരെയധികം ശാന്തത കൊടുക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇനി റെഗുലറായിട്ടുള്ള എക്സസൈസുകൾ ഞാൻ മുമ്പേ സൂചിപ്പിച്ചത് തന്നെയാണ്. എക്സസൈസുകൾ മറക്കാതെ ചെയ്യുക. റിവേഴ്സ് മസാജാണ് ഇതിന് കൊടുക്കേണ്ടത്. ഒരു കാരണവശാലും എളുപ്പത്തിന് വേണ്ടി നമ്മൾ സോപ്പ് തേക്കുമ്പോഴോ എണ്ണ തേക്കുമ്പോഴൊക്കെ കാല് താഴേക്ക് തിരുമാനാണ് നമുക്ക് ഒരു ടെൻഡൻസി ഉണ്ടാവുക. ഒരു കാരണവശാലും വെരിക്കോസ് വെയിനുള്ള ആൾക്കാർ അത് സ്പൈഡർ വെയിൻ ആയാൽ പോലും അങ്ങനെ ചെയ്യരുത്. തിരിച്ചു തന്നെ വലിക്കാൻ വേണ്ടി തയ്യാറാവുക. അപ്പോൾ കൃത്യമായ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റുന്ന ഒരു പ്രശ്നമാണ് വെരിക്കോസ് വെയിനും വെരിക്കോസ് വെയിൻ്റെ കോംപ്ലിക്കേഷൻസുകളും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി.